ഇപ്പോൾ നമ്മോടൊപ്പം നെടുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യ നമ്മോടൊപ്പം ചേർന്നു. വലിയ ദുരന്തമാണ്, 3 മരണം ഉണ്ടായിട്ടുണ്ട്. ഈ അമിത വേഗമായിരുന്നു കാരണം. അമിത വേഗതയാണ്, ഈ ടിപ്പർ ലോറിയുടെ അമിത വേഗതയും ഓവർലോഡും തന്നെയാണ് ഈ അപകടത്തിന് കാരണമായിട്ടുള്ളത്. അത്യാവശ്യം ഒരു ചെറിയ ഇറക്കവും ഒരു വളവും കൂടിയാണ് ഇവിടെ. അപ്പം എതിരെ ഒരു ബൈക്ക് വന്ന സമയത്ത് നിയന്ത്രണം വിട്ട് വന്ന് കുഞ്ഞുങ്ങൾ ബസ് കാത്ത് നിന്നിടത്തേക്ക് വന്ന് ഇടിച്ചു കയറി ഒരു 6ഓളം കുഞ്ഞുങ്ങൾ ഓടി ആ വണ്ടിയുടെ വരക്കത്തിൻ്റെ സ്പീഡ് കണ്ട് ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇത് ഇതിനുള്ള അനുമതിയുള്ള മണ്ണെടുക്കാൻ അനുമതി ഉള്ളതാണോ? ഇത് ഈ മണ്ണെടുത്ത സ്ഥലം ശരിക്കും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയാണ്. നമ്മൾ കൊട്ടാരക്കരയിലെ മുനിസിപ്പൽ ചെയർമാനോട് വണ്ടി നമ്പർ അടക്കം കൊടുത്തിട്ടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓഫീസിൽ നിന്ന് പാസ് കൊടുത്തോന്ന്, ജിയോളജിയിൽ നിന്ന് പാസ് കൊടുത്തിട്ടില്ല എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പാസ്സല്ല, അവിടുന്ന് കൊടുത്തിട്ടില്ല. അപ്പം കൊട്ടാരക്കര അന്വേഷിക്കാൻ നമ്മൾ ചെയർമാനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ പരിക്കേറ്റ ആൾക്കാർ പ്രദേശവാസികൾ തന്നെയാണോ, അറിയാവുന്ന ആൾക്കാർ തന്നെയാണോ? ഇതിന് നമ്മുടെ സ്പെൻസറിലെ ഒരു അധ്യാപകനാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കടയ്ക്കോടുള്ള ഹരിലാൽ എന്ന് പറയുന്ന ഒരു സാറാണ് ബൈക്കിൽ വന്നത്, അദ്ദേഹം മരണപ്പെട്ടു. പിന്നെ ഇതിന് തൊട്ട് താഴെയുള്ള ഒരു KSRTCയിൽ ജോലിയുള്ള ഒരു ചേട്ടൻ, അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറയുന്നു. പിന്നെ കുഞ്ഞുങ്ങളിൽ ഒരാളെ മരിച്ചതായിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റിയിട്ടുള്ളൂ, കാർമൽ സ്കൂളിലെ വിദ്യാർത്ഥി. ബാക്കി എല്ലാവരുടെയും നില ഗുരുതരമാണ്. കൊട്ടാരക്കര ഹോസ്പിറ്റലിലും മറ്റേ നമ്മുടെ മെഡിസിറ്റിയിലും ഒക്കെ ആയിട്ടാണ് അവരെയൊക്കെ കൊണ്ടുപോയിരിക്കുന്നത്. ഇവരെ ഇങ്ങനെ അപകടമുണ്ടാകുന്ന സ്ഥലമാണ്. കാര്യം നാട്ടുകാർ പറയുന്ന നിരന്തരം ഈ വാഹനം ഇങ്ങനെ ടിപ്പർ ലോറികൾ ശല്യം വളരെ വലിയ പ്രശ്നമാണെന്ന്. ഇവർ അത് തന്നെയല്ല, ഈ അമിതമായ വേഗതയും ഓവർലോഡും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ സ്കൂൾ ടൈമിൽ ഇത്തരം വണ്ടികൾ ഓടിക്കരുതെന്ന് നിയമം നിലനിൽക്കുമ്പോൾ പോലും ഇത്തരം നാടിനെ നടുക്കിയ ഒരു അപകടത്തിലേക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവുക എന്നുള്ളത് ഉദ്യോഗസ്ഥരത് കൃത്യമായി ശ്രദ്ധിച്ച് അതിൽ ഇടപെടണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എത്രയോ കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നിമിഷം കൊണ്ടില്ലാതാവുന്നതേ. അതിനകത്ത് നമുക്ക് ശരിക്കും വല്ലാത്ത സങ്കടമുണ്ട്. അതന്നെയാണ് ആ പ്രസിഡന്റ് പറഞ്ഞ, അതിൽ നിന്ന് തന്നെ പറയാം, എത്രയോ കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ് ഒരു നിമിഷം കൊണ്ടില്ലാതായത്. അതന്നെയാണ് കണ്ണൻ എൻ്റെ മനസ്സിലേക്ക് വന്നത്. എത്രയോ കുടുംബങ്ങളുടെ പ്രതീക്ഷ, ആ പ്രതീക്ഷ അസ്തമിച്ചു പോയത് എത്ര പെട്ടെന്നാണെന്ന് ചിന്തിച്ചു നോക്കൂ.